ഒക്ടോബർ 7-ന് ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ട് ഹമാസ് കാണിച്ച അതേ വിഡ്ഢിത്തം, അതേ അബദ്ധം, അതേ മണ്ടത്തരം പാകിസ്ഥാൻ തീവ്രവാദികളെ ഉപയോഗിച്ച് ജമ്മു കാശ്മീരിൽ ഒരു ആക്രമണം നടത്തിക്കൊണ്ട് ചെയ്തിരിക്കുകയാണ്. ഇൻഡസ് വാലി റിലേറ്റഡ് ആയിട്ടുള്ള എഗ്രിമെന്റ് ഇന്ത്യ റദ്ദാക്കും എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും എന്താണ് ഇന്ത്യയുടെ പ്ലാൻ എന്നതിനെക്കുറിച്ച് വ്യക്തതയുണ്ടായിരുന്നില്ല. മാത്രമല്ല പാകിസ്ഥാന്റെ മറുപടിയും വന്നു. അത്തരത്തിലുള്ള ഏതൊരു പ്രവൃത്തിയും യുദ്ധം ആയിട്ടായിരിക്കും അവർ കാണുക എന്ന ഭീഷണിയുടെ സ്വരത്തില് പാകിസ്ഥാൻ പ്രതികരിക്കുകയും ചെയ്തു. 24 കോടി ജനങ്ങളെ ബാധിക്കുന്ന കാര്യമാണെന്നൊക്കെ പറഞ്ഞ് വൈകാരികതയും പാകിസ്ഥാൻ ഇതിന്റെ ഇടയിലേക്ക് തിരികെ കയറ്റി. പക്ഷെ ഇന്ത്യ വെറുതെ പേടിപ്പിക്കാനായി പറഞ്ഞതല്ല എന്ന് ഇപ്പൊ വ്യക്തമാക്കുകയാണ്. അതായത് ഒരു തുള്ളി വെള്ളം പോലും പാകിസ്ഥാനിലേക്ക് പോകില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് കേന്ദ്ര ജലശക്തി മന്ത്രി CR പാട്ടീൽ. ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായിട്ട് ഇദ്ദേഹം ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം മാധ്യമങ്ങളോട് പറഞ്ഞത്. അതായത് പാകിസ്ഥാന് ഒരു തുള്ളി വെള്ളം ഇനിയുള്ള നാളുകളിൽ കിട്ടുകയില്ല. ഇത് അദ്ദേഹം പറഞ്ഞ ഉടനെ നാളെ തൊട്ട് ഇതാ വെള്ളം ഇനി ഇല്ല എന്ന് പറഞ്ഞ് നമുക്കങ്ങ് അടച്ചു പൂട്ടാൻ പറ്റുന്ന ഒരു സാധനമല്ലല്ലോ. നാച്ചുറലായിട്ട് ഒഴുകുന്ന നദികളും മറ്റുമൊക്കെയാണ്. അപ്പൊ അതിനൊരു പ്ലാൻ വേണം. അപ്പൊ നമ്മുടെ ഇപ്പോ കേന്ദ്ര ജലശക്തി മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഇതിനായിട്ട് കൃത്യമായ ഒരു പ്ലാൻ, ഒരു റോഡ് മാപ്പ് ഇന്ത്യ രൂപീകരിച്ചിട്ടുണ്ട് എന്നാണ്. നദീജലം പാകിസ്ഥാനിലേക്ക് പോകുന്നത് തടയാൻ വിശദമായ ഒരു റോഡ് മാപ്പാണ് ഇന്ത്യ ഉണ്ടാക്കിയിരിക്കുന്നത്. കേന്ദ്രമന്ത്രി അമിത്ഷായുമായിട്ട് ഒരു കൂടിക്കാഴ്ച അദ്ദേഹം നടത്തുന്നു, റോഡ് മാപ്പ് തയ്യാറാക്കുന്നു, 3 ഓപ്ഷനുകൾ അന്തിമമായിട്ട് തീരുമാനിക്കുന്നു. ഇതെന്താണെന്നുള്ളത് ഇപ്പോഴും നമുക്കറിയില്ല. സർക്കാർ ഹ്രസ്വകാല, ഇടക്കാല, ദീർഘകാല പദ്ധതികൾ, നടപടികൾ ചർച്ച ചെയ്യുന്നു. അതായത് ഒരു തുള്ളി വെള്ളം പോലും പാകിസ്ഥാനിൽ ഇനി ഇന്ത്യയിൽ നിന്ന് എത്തില്ല എന്ന് ഉറപ്പുവരുത്തുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് ഇന്ത്യ ചെയ്യാൻ പോകുന്നത്. ഉടൻ തന്നെ നദികളിലെ ചളി നീക്കം ചെയ്തുകൊണ്ട് ജലം തടഞ്ഞു നിർത്തുവാനും വഴിതിരിക്കുവാനുള്ള നടപടികളും ആരംഭിക്കാൻ പോകുന്നു എന്നാണ് കേന്ദ്ര ജലശക്തി മന്ത്രി പറഞ്ഞിരിക്കുന്നത്. പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണം, അതിന്റെ പുറകിൽ പാകിസ്ഥാനുണ്ട്, പാക് ചാരസംഘടനയുണ്ട്, പാക് പട്ടാളത്തിനറിവുണ്ട്. പാകിസ്ഥാൻ സ്പോൺസർ ചെയ്ത ഒരു ഭീകരാക്രമണമാണ് നടന്നിരിക്കുന്നത്. സിന്ധു നദീജല കരാറ് ഇന്ത്യ മരവിപ്പിക്കുന്നതിലേക്ക് നയിച്ചതും ഇതാണ്. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഇസ്രയേലും ഹമാസും അല്ലെങ്കിൽ ഗാസയുമായിട്ടുള്ള സാഹചര്യവുമായിട്ടാണ് ഇതിനെ കമ്പയർ ചെയ്തത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തിനെ ഈ ഗാസയിലേക്ക് കയറി ഹമാസിനെ ആക്രമിക്കുന്നതിലേക്ക് നയിച്ചത് അവർ നടത്തിയ ആക്രമണമായിരുന്നു ഇസ്രയേലില്. അതിന് തുല്യമായ ഒരു ആക്രമണം തന്നെയാണ്. അത്രയും കാഷ്വാലിറ്റി ഉണ്ടായില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിന് തുല്യമായ ഒരു ആക്രമണം, ഏതാണ്ട് 26-28 പേരുടെ ജീവൻ എടുത്തൊരു ആക്രമണമാണ് നമ്മുടെ ഇന്ത്യയിലെ ജമ്മു കാശ്മീരിൽ നടന്നത്. അപ്പൊ ഇന്ത്യയുടെ തിരിച്ചടി അത് പാകിസ്ഥാനെ എന്നേക്കും തകർക്കുന്ന തരത്തിലുള്ള ഒരു തിരിച്ചടിയായിട്ടാണ് മാറുന്നത്. കാരണം പാകിസ്ഥാനിലെ ജനങ്ങൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ജലം, അതോടൊപ്പം തന്നെ കൃഷി ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ജലം, ഒപ്പം പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ എക്കണോമിയെ താങ്ങി നിർത്തുന്ന ജലം, അതാണ് സിന്ധു നദീജലം. ആ ജലമാണ് ഇന്ത്യ നൽകില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാനെ തകർക്കുന്ന ഒരു തീരുമാനമാണ് ഇന്ത്യ എടുത്തിരിക്കുന്നത്. ഒരു ബുള്ളറ്റ് പോലും പൊട്ടിക്കാതെ ഇന്ത്യക്ക് അനായാസം പാകിസ്ഥാൻ എക്കണോമിയെയും പാകിസ്ഥാനെയും തകർക്കാൻ കഴിയും. ഓൾറെഡി നമ്മൾ പലതവണ സംസാരിച്ചൊരു കാര്യമാണ്. അപ്പൊ ഇന്ത്യ ഇപ്പൊ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യും? പാകിസ്ഥാൻ യുദ്ധം ചെയ്യോ? അതായത് യുദ്ധപ്രഖ്യാപനമായി കാണുമെന്നാണല്ലോ പറഞ്ഞത് കഴിഞ്ഞ ദിവസം. ഇതിന്റെ പേരിൽ ഇന്ത്യ ആക്രമിക്കാൻ വരുമോ? അത് തന്നെയാണ് നമുക്ക് അറിയേണ്ടത്. അവർക്ക് ധൈര്യമുണ്ടെങ്കിൽ, നട്ടെല്ലുണ്ടെങ്കിൽ അവർ ആക്രമിക്കാൻ വരട്ടെ. അങ്ങനെയാണല്ലോ കഴിഞ്ഞ ദിവസം അവരുടെ യോഗമൊക്കെ ചേർന്നിട്ട് പറഞ്ഞത്. യുദ്ധപ്രഖ്യാപനമായി കാണുമെന്ന് അവരുടെ ഡിഫൻസ് മിനിസ്റ്ററാണ് പറഞ്ഞത് മാധ്യമങ്ങളോടുള്ള ചോദ്യത്തിന് മറുപടിയായിട്ട്. അപ്പൊ അദ്ദേഹം ഇനി എന്താണ് പറയാൻ പോകുന്നത്? ഇന്ത്യ വ്യക്തമായും പറഞ്ഞു, ഒരു തുള്ളി വെള്ളം പോലും ഇനി പാകിസ്ഥാനിലേക്ക് പോകില്ല. അതിന്റെ നടപടികളിലേക്ക് രാജ്യം പോവുകയാണെന്ന്. അപ്പൊ ഇന്ത്യയുടെ തീരുമാനം അതങ്ങനെ വെറുതെ അങ്ങ് എടുത്തിയാട്ടത്തിൽ എടുത്തൊരു തീരുമാനമോ 3 പേരുടെ കയ്യടി കിട്ടാനായിട്ട് എടുത്തൊരു തീരുമാനമോ അല്ല. പാകിസ്ഥാൻ എക്കണോമിയും ആ രാജ്യത്തെ തന്നെയും തകർക്കുക എന്ന ഉദ്ദേശത്തോടെ ഇന്ത്യ എടുത്തൊരു തീരുമാനമാണ്. ഇത്രയും കാലം ഒരു ഭരണാധികാരിയും എടുക്കാത്തൊരു തീരുമാനം ഇന്ത്യ ഇപ്പോൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം പാകിസ്ഥാൻ ഇനി വേണ്ട എന്ന തീരുമാനത്തിലാണ്. ഇനി നമുക്ക് സിന്ധും പഞ്ചാബും അതുപോലെ ബലൂചിസ്ഥാനും ഖൈബർ പഖ്തൂൺഖ്വയൊക്കെ മതി, പാകിസ്ഥാൻ വേണ്ട എന്ന നിലയിലേക്ക് ഇന്ത്യ കടുത്ത തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നു എന്നാണ് വ്യക്തമാവുന്നത്.